കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട് തുടക്കമായി. മാർച്ച് 2, 3, 4 തീയതികളിലാണ് സമ്മേളനം. എളമരം കരീം എം പി ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാനും കോഴിക്കോട് ഡെപ്യൂട്ടി മേയറുമായ CP മുസാഫിർ അധ്യക്ഷത വഹിച്ചു. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട്ട് ഉജ്ജ്വല തുടക്കം. മാർച്ച് 2, 3, 4 തീയതികളിലാണ് സമ്മേളനം ചേരുന്നത്. 2-ന് 4 മണിക്ക് ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് സമ്മേളന ഘോഷയാത്രയോടെയാണ് ആരംഭിച്ചത്. അഞ്ച് 5:30 ഫ്രീഡം സ്ക്വയറിൽ പൊതുസമ്മേളനം നടന്നു. സ്വാഗത സംഘം ചെയർമാനും കോഴിക്കോട് ഡെപ്യൂട്ടി മേയറുമായ CP മുസാഫർ അധ്യക്ഷത വഹിച്ചു. എളമരം കരീം MP ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ രംഗവും കോർപ്പറേറ്റുകൾ കൈയടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മാധ്യമ മേഖല, ദൃശ്യമാധ്യമം, മറ്റു മേഖല, പ്രിന്റ് മീഡിയ ഉൾപ്പെടെയുള്ള മേഖലകൾ എല്ലാം കോർപ്പറേറ്റുകൾ വിഴുങ്ങിക്കൊണ്ടിരിക്കുക. ഈ സത്യാനന്തര കാലത്ത് സത്യത്തിൻ്റെ വായ മൂടിക്കെട്ടുകയും കോർപ്പറേറ്റ് താല്പര്യത്തിന് അനുകൂലമായ വിധത്തിൽ വാർത്തകൾ വാർത്തെടുക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാലത്ത് വലിയ തരത്തിലുള്ള പീഡനം എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനലുകൾ സംപ്രേഷണം ചെയ്ത് ജനപ്രിയ ചാനലുകളാക്കി കേബിൾ ഓപ്പറേറ്റർമാർ മാറ്റിയതിന് ശേഷം ചില വൻകിട ഓപ്പറേറ്റർമാർ അത് പേ ചാനലുകളാക്കി മാറ്റി. വലിയ തുക പ്രതിഫലം കൊടുത്താലേ ആ ചാനലുകൾ. മാർച്ച് 3-ന് രാവിലെ 10-ന് പ്രതിനിധി സമ്മേളനം മുൻ തൊഴിൽ വകുപ്പ് മന്ത്രി TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ സ്വയം തൊഴിൽ സംരംഭകരായ കേബിൾ TV ഓപ്പറേറ്റർമാർ 90കളുടെ മധ്യത്തോടെ രൂപം നൽകിയ സംഘടനയാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. 2008-ൽ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച കേബിൾ TV സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ നിയമം ഈ മേഖല മുതലാളിത്ത വർഗത്തിന്റെ കൈകളിലാകുന്ന അവസ്ഥ നേരിടുന്നതിന് CEO കേബിൾ ഓപ്പറേറ്റർമാരുടെ കമ്പനി രൂപീകരിച്ച് ഡിജിറ്റൽ കേബിൾ TV സംവിധാനം ഒരുക്കി. ഇപ്പോൾ 30 ലക്ഷം വരിക്കാരുമായി ഏറ്റവും വലിയ 6ാമത്തെ ഡിജിറ്റൽ TV സേവനദാതാവായി കേരള വിഷൻ ഡിജിറ്റൽ TV വളർന്നു വന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്.